വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു DMK BJP പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇതിനെ കാരണമായത് ഇന്ന് പാർലമെന്റിൽ DMKയുടെ MP ആയിട്ടുള്ള സെന്തിൽ കുമാർ നടത്തിയ ഒരു പരാമർശമാണ്. സെന്തിൽ കുമാർ BJPയുടെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേളയിൽ BJP പൊതുവിൽ വലിയ വിജയം കാഴ്ചവെക്കുന്ന ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങളെ ഗോമൂത്ര സംസ്ഥാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. നമുക്ക് സെന്തിൽ കുമാറിന്റെ പാർലമെന്റിലെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. गौमूत्र वाले राज्यों में ही जीत सकती है. लोकसभा में ऐसा बोला ये तो मुझे लगता है कि सनातनी परंपरा का बहुत बड़ा निरादर है और गौमूत्र के क्या क्या लाभ हैं शायद DMK को भी समझ आ जाएंगे, क्योंकि वो अच्छी तरह जानते हैं कि ये फ्रस्ट्रेशन जो है सनातनी परंपराओं की, सनातनियों की, देश बर्दाश्त नहीं करेगा। और चाहे वो DMK हो या कोई भी हो, जो देश की आस्थाओं के साथ खिलवाड़ करेगा, देश की जनता इकट्ठा होकर उसको मुंहतोड़ जवाब जरूर देगी। सनातन पे DMK इतना नहीं, वो बात कर चुकी है, दिखाई दे रहा है जी, एक साजिश के तहत ये सब कार्य किए जा रहे हैं, लेकिन शायद इनको अंदाज़ा नहीं है कि इस प्रकार की भाषा का, जो दुर्भाषा का प्रयोग कर रहे हैं, देश की जनता उसे बिल्कुल बर्दाश्त नहीं करिए, जवाब इनके सामने आएंगे। സെന്തിൽ കുമാറിന്റെ ഈ പരാമർശം സ്വാഭാവികമായും BJPയെയും BJP നേതാക്കളെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ കേന്ദ്രമന്ത്രി കൂടിയായ മീനാക്ഷി ലേഖി ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. മീനാക്ഷി ലേഖി പറഞ്ഞത് ഗോമൂത്രത്തിന്റെ ഗുണങ്ങൾ, ഫലങ്ങൾ DMK ഉടൻ മനസ്സിലാക്കും എന്നാണ്. നമുക്ക് മീനാക്ഷി ലേഖിയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. So that is the main reason that the people of this country should think that the power of this BJP is only winning elections, and mainly in the heartland states of Hindi and what we generally call as the Gomutra states. You cannot come to South India. You see all the results of what happens in Tamil Nadu, Kerala, Andhra, Telangana and Karnataka. We are very strong over there. So we will not be surprised if you have an option of converting all these states also into union territory, so that you can come into indirect power of coming and having, because you can never dream of setting foot over there and taking control of all these southern states. So having the reservation bill into confidence. So we should first look into the history. ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഈ കഴിഞ്ഞ ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ BJPയും DMKയും മുഖാമുഖം വരുന്നത്. ഇതിനു മുമ്പ് BJPയും DMKയും മുഖാമുഖം വന്നത് DMK നേതാവും തമിഴ്നാട് മന്ത്രിയും MK സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങളുടെ സമയത്തായിരുന്നു. സനാതനധർമ്മത്തെക്കുറിച്ച് അന്ന് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ വിമർശനങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. അതിൽ അന്ന് സനാതന ഒഴിപ്പ് മാനാട് അഥവാ സനാതന തുടച്ചു നീക്കൽ കൂട്ടായ്മ എന്ന ഒരു കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ രാജ്യത്തെ തന്നെ ഇളക്കിമറിച്ച ആ വിവാദ പ്രസ്താവന നടത്തുന്നത്. ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: കൊറോണ, ഡെങ്കി, മലേറിയ എന്നിവയെപ്പോലെ തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണ് സനാതന ധർമ്മം എന്നതായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. ഈ പരാമർശം പുറത്തു വന്നതിന് പിന്നാലെ വിമർശനങ്ങളുമായി BJPയുടെ ഒട്ടുമിക്ക നേതാക്കളും രംഗത്ത് വന്നു. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ മുതൽ നരേന്ദ്രമോദി വരെയുള്ള നേതാക്കൾ ഈ പരാമർശത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നു. പക്ഷേ അപ്പോഴും ഉദയനിധി സ്റ്റാലിൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒരുപക്ഷെ ഉദയനിധി സ്റ്റാലിൻ കുറച്ചുകൂടി തൻ്റെ നിലപാടിനെ വിശദീകരിക്കാനാണ് തയ്യാറായത്. തൻ്റെ ആദ്യ പരാമർശമായ കൊറോണയും ഡെങ്കിയെയും മലേറിയയും പോലെ തുടച്ചു നീക്കപ്പെടേണ്ടതാണ് സനാതനമെന്ന നിലപാട് ആവർത്തിച്ച ഉദയനിധി സ്റ്റാലിൻ പക്ഷേ ഒരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി: സനാതനധർമ്മം സമത്വത്തിനും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനുമൊക്കെ എതിരാണ് എന്നും അതിൻ്റെ ഇരകളുടെ, സനാതനധർമ്മത്തിൻ്റെ ഭാഗമായ ജാതി വ്യവസ്ഥയുടെ ഇരകളുടെ ഒപ്പമാണ് താനെന്നുമായിരുന്നു അന്ന് ഉദയനിധി സ്റ്റാലിൻ വിശദീകരിച്ചത്. ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ വീഡിയോ ഉപയോഗിച്ച് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാൻ ഒരു DMK നേതാവ് ആഹ്വാനം ചെയ്യുന്നു എന്ന് BJPയുടെ IT സെൽ തലവൻ അമിത് മാളവിയയുടെ നേതൃത്വത്തിലുള്ളവർ പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെ അത് വലിയ വിവാദങ്ങൾക്കായിരുന്നു അന്ന് തിരികൊളുത്തിയത്.
എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു DMK നേതാവ് ഒരു വിവാദ പരാമർശവുമായി രംഗത്ത് വരികയാണ്. BJP പൊതുവിൽ വിജയിക്കുന്ന ഹിന്ദി ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സംസ്ഥാനങ്ങൾ, പ്രധാനമായും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളെ ഗോമൂത്ര സംസ്ഥാനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സെന്തിൽ കുമാർ പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിവാദം എങ്ങനെ ഇനി DMK BJP പോർമുഖത്തെ കൂടുതൽ രൂക്ഷമാക്കും എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കും.